ഈ വീഡിയോ കോമഡി അല്ല. എന്താ അങ്ങനെ പോണ്. എന്നെ പറ്റി വന്നത് എന്നല്ലേ? പിന്നെ എന്നെ കണ്ടത് നന്നായി. എന്തേ? പാപ്പ കുറച്ച് പൈസ കടം വാങ്ങി, അതിൽ കുറച്ചും കൂടി ബാലൻസ് ഉണ്ടായിരുന്നു. നോക്കട്ടെ, പാപ്പാനോട് സംസാരിക്കട്ടെ എന്താ എങ്ങനെയാണെന്നുള്ളത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്താ സുന്ദരല്ലേ? എന്നിട്ട് ഞാൻ ഇന്നലെ അത് ശരി എന്നെ കണ്ടു വളരാൻ മേടാ. എന്തേ? പാപ്പ കുറച്ച് പൈസ തരണ്ടേ, അതും സെറ്റാക്കി തരാണെങ്കിൽ വലിയ ഉപകാരം. ഞാൻ പാപ്പാനോട് ചോദിച്ചോട്ടെ. ആയിക്കോട്ടെ, എന്താ ചെയ്യാം. ആയിക്കോട്ടെ. ശരി, കാണാം. പാപ്പാടെ താഴ്ത്തിക്ക് ഇറങ്ങണു. എന്തേ? കടക്കാരെ കൊണ്ട് മനുഷ്യനെ പുറത്തിറങ്ങി നടക്കാൻ ചെയ്യാതെ ഇയാൾ എന്താ ആവശ്യത്തിന് കടമായി കൂട്ടില്ല? എനിക്ക് ഇന്നൊന്നും അറിയണേ. ഇടയ്ക്കിടയ്ക്ക് പോലെ ഞാൻ പറയട്ടെ. പാപ്പാ, എന്താ മനോ നിങ്ങൾ എന്ത് കാട്ടിന് നാട്ടുകാരോട് മുഴുവൻ പൈസ കടമായി കിടക്കണേ? അതൊരു അത്യാവശ്യം വന്നപ്പോ ഞാൻ എന്താ അത്യാവശ്യമാണ് നിങ്ങൾക്ക്? ഞാൻ അറിയാത്ത മര്യാദ പൈസ കൊടുക്കാൻ കൊടുത്തോളി. എനിക്ക് നാട്ടിൽ കൂടെ തലവർത്തി കിടക്കണം. പാപ്പ ഉണ്ടാക്കി വെച്ച കടല്ലേ, ബാപ്പ കൊടുത്തോളാം. കുട്ടി വൈലോട്ടാ, പോയിക്കോട്ടെ. നിന്നോടൊരാൾ പൈസ ചോദിച്ചു വരരുത്. ഇല്ല, മാതാപിതാക്കൾ അങ്ങനെയാണ്. ഒരു കാര്യം മക്കളെ ചിലപ്പോൾ അറിയിക്കാണ്ട് ചെയ്യും. ഇക്ക, നിങ്ങൾ പാപ്പനോട് അങ്ങനെ പറഞ്ഞാൽ ശരിയായില്ല. ശരിയും തെറ്റൊന്നും ജിന്നെ പഠിപ്പിക്കണ്ട കേട്ടോ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? എന്ത് കാര്യം? നിങ്ങൾക്ക് ഗൾഫിൽ പോകാൻ വേണ്ടിട്ട് 1.5 ലക്ഷം രൂപ ഒന്നും ആരാ അറിയോ? നിങ്ങൾക്ക് എന്റെ പാപ്പ അല്ലാരാ? അല്ല, പിന്നെ വിസയ്ക്കുള്ള കുറച്ച് പൈസ 1-2 പേരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതാ. ഇത് ഞാൻ തന്നാന്ന് പറയണ്ട, എന്റെ വാപ്പ തന്നാന്ന് പറഞ്ഞാ. എന്താ മനോ ചൂടക്കണ്? വരയ്ക്ക് പോയില്ല. പാപ്പ നിങ്ങളോട് ക്ഷമിക്കും. എന്തിന്? ഒന്നും അറിയാതെയാണ് നിങ്ങളോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. എനിക്കൊന്നും അറിയില്ല. എന്തെന്റെ കുട്ടി പറയാം. എന്റെ കടം വീട്ടാൻ വേണ്ടി ബാപ്പ നീ ഒരു വെയിൽ കഷ്ടപ്പെടണ്ട. ഞാൻ വീട്ടിൽ പോകാൻ കടം. ഈ കാണുന്ന കൃഷി ഉണ്ടല്ലോ, അതൊന്ന് കനിഞ്ഞാൽ മതി. കടങ്ങളൊക്കെ ഞാൻ തന്നെ വീട്ടും. കഴിഞ്ഞ വെള്ളപ്പൊക്കാണ് ബാപ്പാന്റെ കണക്കുകളൊക്കെ തെറ്റിച്ചത്. അതും ശരിയാവും.